ഹായ് ഹലോ. അപ്പോഴേ ഞാൻ ഈ നടക്കുന്നത് മധുര ക്ഷേത്രത്തിനടുത്തുകൂടിയാണ് കേട്ടോ. മധുരയിലെത്തി രാത്രിയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയവർക്കറിയാമല്ലോ ഈ റോഡിലെ കച്ചവട തിരക്കുകളും. മധുര ക്ഷേത്രത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർ തലേന്ന് വന്ന് മധുര സ്ട്രീറ്റൊക്കെ ഒന്ന് കറങ്ങി അതിരാവിലെ ദർശനം നടത്തുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്ന് ഈ ട്രിപ്പിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി. 33,000-ഓളം ശില്പങ്ങളും 4,500-ഓളം തൂണുകളും 12 ഗോപുരങ്ങളുമുള്ള ക്ഷേത്രം ദ്രാവിഡ വാസ്തുകലയുടെ മനോഹരമായ നിർമ്മിതിയാണ്. ശ്രീ പാർവതിയും പരമശിവനും പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദേവിക്കാണ് പ്രാധാന്യം. മീനാക്ഷി ദേവി നമ്മൾ മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ടതാണ്. ഈ നടന്നു പോകുന്നവരിൽ അധികം ആളുകളും നമ്മുടെ മലയാളികളാണ്. ക്ഷേത്ര ദർശനത്തിന് അകത്ത് കയറും മുമ്പ് ചെരുപ്പുകൾ ഫ്രീ ആയി സൂക്ഷിക്കുവാൻ കൗണ്ടറുണ്ട്. മൊബൈൽ ഫോണ്, സ്മാർട്ട് വാച്ച്, പവർ ബാങ്ക്, റിമോട്ട് ചാവികൾ തുടങ്ങിയവയെല്ലാം 5 രൂപ നിരക്കിൽ സൂക്ഷിക്കുവാൻ മറ്റൊരു കൗണ്ടറുമുണ്ട് ഇവിടെ. രാവിലെ 4:30 മുതൽ 11:30 വരെയും വൈകിട്ട് 4:30 മുതൽ 8:30 വരെയുമാണ് ക്ഷേത്ര ദർശന സമയം. അതിരാവിലെ പോയാൽ അധികം ക്യൂ ഇല്ലാതെ ദർശനം നടത്തി പോരാം. മധുരയിൽ വന്നാൽ ഉറപ്പായും ട്രൈ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ജിഗർദണ്ഡയും പിന്നെ മധുര ബൺ പൊറോട്ടയും. ഞങ്ങൾ ഈ കാണുന്ന ഷോപ്പിൽ നിന്നുമാണ് ജിഗർദണ്ഡ കഴിച്ചത്. പിന്നെ നേരെ പോയത് മധുര സ്പെഷ്യൽ ബൺ പൊറോട്ട കഴിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഈ കാണുന്ന തിരക്കെല്ലാം ബൺ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടാണ്. പലരും പാഴ്സൽ വാങ്ങിയാണ് പോകുന്നത്. ഏകദേശം അരമണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾക്ക് പൊറോട്ട കിട്ടിയത്. രാവിലത്തെ ക്ഷേത്രദർശനം കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് തിരുമലൈ നായ്ക്കർ പാലസിലാണ്. ക്ഷേത്രത്തിന് ഏകദേശം 2 കിലോമീറ്ററിനുള്ളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ മനോഹരമായ ഒരു പാലസാണിത്. വെറും 10 രൂപയുടെ എൻട്രി പാസ് എടുത്ത് നമ്മളിനിയും കയറാൻ പോകുന്നത് 400 വർഷങ്ങൾക്ക് മുമ്പ് തിരുമാല നായക രാജാവ് പണി കഴിപ്പിച്ച പാലസിലേക്കാണ്. 1623 മുതൽ 1659 വരെ മധുര ഭരിച്ച അദ്ദേഹം ഇവിടെ താമസിച്ചിരുന്നു. മധുര കണ്ട ഏറ്റവും നല്ല ഭരണത്തിൻ്റെയും നിർമ്മാണങ്ങളുടെയും നാളുകൾ കൂടിയായിരുന്നു ഇത്. അവിശ്വസനീയമായ ചിത്രപ്പണികൾ നിറഞ്ഞതാണ് പാലസിൻ്റെ ഉൾവശം. അപ്പോൾ നമ്മുടെ ഈ ഒരു മധുരയുടെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടമായല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. യാത്രകളെ അത്രമേൽ സ്നേഹിക്കുന്നവർ കൂടെ കൂടി പോകും.